കഴക്കൂട്ടം ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള ജൈത്രയാത്രയിലാണ് വി മുരളീധരൻ. പലതവണ പലകുറി കൈവിട്ടുപോയ മണ്ഡലം ഇക്കുറി പിടിച്ചെടുത്തിരിക്കുമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് വി മുരളീധരനും ബി.ജെ.പിയും. തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി വന്നുപോയ പിന്നാലെ കഴക്കൂട്ടത്തെ ആവശ്യം 10 മടങ്ങാണ്. എല്ലാം മാറ്റിയത് നിങ്ങളല്ലേ LDF എന്ന പ്രചാരണവുമായി UDF-നെതിരെയും ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് തൻ്റെ റോഡ് ഷോയുമായി വി മുരളീധരൻ മുന്നോട്ടേക്കാണ്. മാറാത്ത കഴക്കൂട്ടം ഇത്തവണ മാറുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് വി മുരളീധരനും പ്രവർത്തകർക്കും. മത്സരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വോട്ടുകളാൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും എല്ലാവരുടെയും അംഗീകാരം തേടാനുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ അതനുസരിച്ചിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കുടിവെള്ളം പ്രശ്നം രൂക്ഷമായിട്ടുള്ള നിരവധി പ്രദേശങ്ങൾ, സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകളില്ലാത്ത പ്രദേശങ്ങൾ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാറ്റം വരുത്താനായി വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താമര അടയാളത്തിലുള്ള വിലയേറിയ സമ്മതിദാന അവകാശം വോട്ടുകളാൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി വി മുരളീധരൻ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി, നന്ദി, നന്ദി.